ഹലോ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മളിന്ന് പഠിക്കുന്നത് പാർട്ടിക്കിൾസ് ഇൻ എ ബോക്സ് പ്രോബ്ലം. പാർട്ടിക്കിൾസ് ഇൻ എ ബോക്സ്. അപ്പം ബോക്സ് പ്രോബ്ലം എന്ന് പറയുമ്പം ഒരു വേവ് മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിക്കിളിനെ നമ്മളൊരു ബോക്സിലേക്കാക്കിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് സിമ്പിളായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ. പാർട്ടിക്കിളിനെ ഒരു ബോക്സിലാക്കിയിട്ട് അത് 1 ഡയമെൻഷണൽ ബോക്സ് ഉണ്ട്, 2 ഡയമെൻഷണൽ ബോക്സ് ഉണ്ട്, 3 ഡയമെൻഷണൽ ബോക്സ് ഉണ്ട്. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരൊറ്റ ആക്സിലൂടെ മാത്രമുള്ളത്, എക്സ് ആക്സിലൂടെ മാത്രം. 2 ഡയമെൻഷണൽ എക്സും വൈയും, 3 ഡയമെൻഷണൽ സ്പേസിൽ. ഇപ്പോൾ പാർട്ടിക്കിള് ഈ ഒച്ചഴയുന്നത് പോലെ ആണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് 1 ഡയമെൻഷൻ. ഈ ഒച്ചിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നമ്മൾ 1 ഡയമെൻഷൻ എന്നൊക്കെ പറയും. കാരണം അതെങ്ങനെയാണ്, ആ ഒരൊറ്റ ഡയറക്ഷനിലൂടെ മാത്രമേ പോകുള്ളൂ. അത് എക്സും വൈയും ചേഞ്ച് ചെയ്യാതെ എക്സ് ആക്സിലൂടെ മാത്രം ഒരു ഇതിലെ വെച്ചെങ്കിൽ അതിലൂടെ ഇങ്ങനെ എഴുഞ്ഞ് പോകുന്ന അട്ടൻ്റെയൊക്കെ മൂവ്മെൻറ്റ് 1 ഡയമെൻഷൻ. നമ്മളുടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്പേസിലുള്ളത് അല്ലേ, നമ്മൾ സ്പേസിലാണ്, സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റാണ് വരിക. 3 ഡയമെൻഷണൽ എന്നാണ് പറയുക. പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുമ്പം നമ്മുടെ പാർട്ടിക്കിൾസ് എവിടെ ഇരിക്കുന്നു, ഒരു ബോക്സിലിരിക്കുന്നു. ആ ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ അത് ഇപ്പോൾ ഇത് എക്സ് ആക്സിലൂടെ ആണെങ്കിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലൂടെ മാത്രമേ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുള്ളൂ. ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമായിരിക്കും പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ 1 ഡയമെൻഷണൽ എന്ന് പറയുക. 1 ഡയമെൻഷണൽ ബോക്സ് പ്രോബ്ലത്തിനകത്ത് നമ്മൾ സപ്പോസ് വി ആർ കൺസിഡറിങ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം മൂവിങ് എലോങ് എക്സ് ഡയറക്ഷൻ മൂവിങ് എലോങ് എക്സ് ഡയറക്ഷൻ എലോൺ. ഓക്കെ, എക്സ് ഡയറക്ഷൻ, ആൻഡ് ഇറ്റ് ഈസ് കൺഫൈൻഡ് ബിറ്റ്വീൻ 2 ഹാർഡ് impenetrable wall at x is equal to 0 to x is equal to a. ഓക്കെ, എന്താ പറഞ്ഞത്, എം മാസുള്ള ഒരു പാർട്ടിക്കിള് ഇവിടെ ഇരിക്കുകയാണ്. അതിനെ എക്സ് ആക്സിലൂടെ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നൊരു ഡിസ്റ്റൻസിൽ എക്സ് 1 ഡയമെൻഷനിലൂടെ മാത്രം ഈ ഒരു ബോക്സിൽ ഇതിലൂടെ മാത്രം എക്സ് ആക്സിലൂടെ മാത്രം ഈ ഒരു ബോക്സിൽ നമ്മൾ എം മാസുള്ള മാസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആ ബോക്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ബൗണ്ടറി ഉണ്ടാവും അല്ലേ. ആ ബൗണ്ടറിയുടെ പ്രത്യേകത എന്താ, ഇംപെനിട്രബിൾ, അതായത് ഈ പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിൽ നിന്ന് തുളച്ച് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇംപെനിട്രബിളായിട്ടുള്ള വാൾ ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സാധാരണ 1 ഡയമെൻഷണൽ ബോക്സിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അപ്പോൾ ഇൻസൈഡ് ദ ബോക്സ് പാർട്ടിക്കിൾ ഈസ് എക്സ്പീരിയൻസ്ഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് 0. ഓക്കെ, വാട്ട് അബൌട്ട് ഇറ്റ്സ് ബൗണ്ടറീസ്? These two boundaries, the potential energy is at infinity. Okay, outside the box is also infinity. Okay, outside the box is also infinity. So എന്താണ് പറഞ്ഞത്, അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി വി ഈസ് ഇൻഫിനിറ്റി ഫോർ ദ പാർട്ടിക്കിൾ എവ്രിവെയർ അലോയിങ് എക്സ് എക്സെപ്റ്റ് ഫോർ എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് എ. ഈ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് എ വരുന്ന ഈ സ്ഥലത്തല്ലാത്ത എക്സെപ്ഷനായിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്ത് എ എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിൽ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി അല്ലാത്ത ബാക്കിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ്, വോൾസിൻ്റെ പുറത്തും എന്താണത്, അതിൻ്റെ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണലിൻ്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനും നമുക്കറിയാം അല്ലേ. ഏതാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻസ് ഫോർ 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഏതാണ്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ മാത്രം മതി. 2 ഡയമെൻഷനിലാണെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയറും കൂടി ഉണ്ടാവും. 3 ഡയമെൻഷൻ ആണെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയറും കൂടി
ഉണ്ടാവും. ഇവിടെ 1 ഡയമെൻഷണൽ ആയതുകൊണ്ട് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0. This for the Schrodinger wave equations for 1 dimensional equation. Okay, Schrodinger wave equation for 1 dimension. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 1 ഡയമെൻഷനകത്ത് ഈ ഒരു ബോക്സ് ടൈപ്പിനകത്ത് നമുക്കൊരു 3 റീജിയൻ കാണാം അല്ലേ. ഒന്ന് റീജിയൻ നമ്പർ 1, റീജിയൻ നമ്പർ 2, റീജിയൻ നമ്പർ 3. First and third region which is in the outside the box, the situation is on outside the box, whereas region 2 is the particle is inside the box. Okay, അപ്പോൾ നമുക്കിങ്ങനെ 3 റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് 2 ടൈപ്പിലുള്ളത്. ഒന്ന് ഔട്ട്സൈഡ് ദ ബോക്സിൽ, ഒന്നാമത്തെ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയാണ്? ഔട്ട്സൈഡ് ദ ബോക്സ്. രണ്ടാമത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ബോക്സ് ഓർ ഇൻസൈഡ് ദ ബോക്സ്. ഓക്കെ, ഇങ്ങനെ 2 ബോക്സ് പ്രോബ്ലംസാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഔട്ട്സൈഡ് ദ ബോക്സ് എന്തായിരിക്കും ഇതിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടക്കുന്ന കണ്ടീഷൻ? നമുക്ക് നോക്കി നോക്കാം. ഔട്ട്സൈഡ് ദ ബോക്സിൽ നടക്കുന്നത് എന്താണ്? ഔട്ട്സൈഡ് ദ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 ഡയമെൻഷണൽ ഇക്വേഷൻ നമ്മളിവിടെ കണ്ടു. എന്താണത്? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ. ഔട്ട്സൈഡ് ദ ബോക്സിനകത്ത് ഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ. സോ ദ ഇക്വേഷൻ ഔട്ട്സൈഡ് ദ ബോക്സ് റീജിയൻ 1 and 3, ദ ഇക്വേഷൻ ഈസ് ബിക്കം ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ വന്നത്. ഓക്കെ, മനസ്സിലായോ? ഔട്ട്സൈഡ് ദ ബോക്സിൽ. അപ്പം ഇവിടെ ഈ ഇക്വേഷൻ വാല്യൂ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ, അതായത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 വരണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷനേ ഉള്ളൂ. ഇതിനകത്ത് ഒരൊറ്റ കണ്ടീഷനേ വരുള്ളൂ. ഇതെന്തായിരിക്കണം? ഒന്നുകിൽ ഇ ഇൻഫിനിറ്റി ആയിരിക്കണം. ഒരിക്കലും എനർജി ഇൻഫിനിറ്റി ആവില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ സൈ 0 ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിയുമ്പം ഈ ഒരു ഇക്വേഷൻ കണ്ടീഷനിലും ഔട്ട്സൈഡ് ദ ബോക്സിനകത്ത് സൈ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമേ ഈ ഒരു ഇക്വേഷൻ ഒബേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സൈ സ്ക്വയറും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിനർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് there is no probability of finding the particle outside the box. അല്ലേ, സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്. there is no probability of finding particle outside the box. അതാണ് ഫസ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സിൻ്റെ സിറ്റുവേഷൻ. then what about second situation, inside the box? what about inside the box? ബോക്സിൻ്റെ ഇൻസൈഡിൽ എന്താ സംഭവിക്കുക? ഇൻസൈഡ് ദ ബോക്സ് പ്രോബ്ലം എന്താ സംഭവിക്കുക? സോ ഇൻസൈഡിൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഈ വി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും അല്ലേ. സോറി, വി 0 ആണ്. അപ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ആണ്. ഇ മൈനസ് വി എന്നാണ് വരിക. സോ വി 0. അപ്പോൾ ഇ മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഇ ഇറ്റ് സെൽഫ്. സോ ഇ ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഈ ഇക്വേഷൻ ഇൻസൈഡ് ദ ബോക്സ് പ്രോബ്ലത്തിനകത്ത് ഈ ഒരു ഇക്വേഷനകത്ത് എന്തുണ്ട്? ഈ ഒരു ഇക്വേഷന് ഒരു ഉത്തരമുണ്ട്. ഈ ഒരു ഇക്വേഷന് ഒരു സൊല്യൂഷനുണ്ട്. സോ ആ സൊല്യൂഷൻ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഈ സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന മുമ്പത്തെ പോലെ ഇത് 0 ആവാൻ വേണ്ടിയിട്ട് സൈ 0 ആവുന്നതല്ലാതെ മറ്റൊരു ഇക്വേഷൻ, ഈ ഒരു സൊല്യൂഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ്, ആ ഒരു സൊല്യൂഷനാണ് സൈ ഈക്വൽ ടു എ സൈൻ
8 pi square me by h square all raised to half plus b cos 8 pi square me by h square all raised to half into x. ഓക്കെ, ഇതാണ് ആ ഒരു ഇക്വേഷൻ്റെ ഇൻസൈഡ് ദ ബോക്സ് പ്രോബ്ലത്തിനകത്തുള്ള ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന സൊല്യൂഷനാണ് ഇത്. വെയർ എ ആൻഡ് ബി ആർ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് എയും ബിയും കണ്ടുപിടിച്ചിട്ട് നമുക്ക് വേവ് ഫംഗ്ഷൻ സൈ, ഈ വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ സൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു എ, ഇതാണ് ബൗണ്ടറി കണ്ടീഷൻ. സോ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം അപ്ലൈ ദ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. സോ സൈ ഇസ് ഈക്വൽ ടു, നമ്മൾ എഴുതുമ്പം സൈ ഇസ് ഈക്വൽ ടു എ സൈൻ ഇത് വരും 8 pi square me by h square all raised to half ആണല്ലേ. അപ്പം വെൻ എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 0 വെൻ ഈ എക്സിൻ്റെ പോർഷൻസ് വെൻ എക്സ് ഈക്വൽ ടു 0 എന്തായിരിക്കും, അത് ഒരു കണ്ടീഷൻ. ആൻഡ് എക്സ് ഈക്വൽ ടു എ, ഇതാണ് രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എക്സ് ഈക്വൽ ടു 0 കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് 0 ആകുമ്പം ഈ ഒരു ടേം ഒന്നായിട്ട് സൈൻ 0 എന്നുള്ളത് ഈ ടേം ഒന്നായിട്ട് 0 ആവും. പ്ലസ് ബി കോസ് 8 pi square me ഇതിൻ്റെ 0 എന്ന് പറഞ്ഞാൽ ബി കോസ് 0, ബി കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ് 0 1 ആണ്, ബി എന്നാവും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈയുടെ വാല്യൂ നമ്മൾ പറഞ്ഞത്, സൈയുടെ കണ്ടീഷൻ എന്താ, 0യിൽ സൈ അവിടെ കാണാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ വേവ് ഫംഗ്ഷനുള്ള പ്രോബിലിറ്റി എത്രയാണ്, 0 ആണ് അല്ലേ. ബൗണ്ടറിയിൽ എക്സ് ഈക്വൽ ടു 0യിൽ സൈ 0 ആണ്. സോ 0 ഇസ് ഈക്വൽ ടു സൈ എന്നുള്ളത് 0 എന്നാണ് വരിക. 0 ഇസ് ഈക്വൽ ടു എ സൈൻ, ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, 0 ആയിരിക്കും. പ്ലസ് ബി കോസ് 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ബി ഇൻറ്റു 1 ബി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബി ഇസ് ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷൻ നമുക്ക് ബി എന്താണെന്ന് കിട്ടി, 0. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ 0 ആണ്. നോക്കിയേ, ഇവിടെ ബി എന്ന ക്വാണ്ടിറ്റി 0 ആകുമ്പം 0 ഇൻറ്റു കോസ് എന്താണെങ്കിലും അതെന്തായിട്ടും 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് ടേമിനെ നമുക്കിവിടെ നെഗ്ലക്റ്റ് ചെയ്യാം. നമ്മുടെ സൊല്യൂഷനിൽ നിന്നും ഇത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇതൊന്നായിട്ട് 0 ആവുന്നതുകൊണ്ട് ഇത് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സൊല്യൂഷൻ, നമ്മുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. സൈ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ സൈ ഇസ് ഈക്വൽ ടു എ സൈൻ 8 pi square me by h square all raised to half into x എന്ന് മാത്രമാവും. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ. വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ വേവ് ഫംഗ്ഷനാണിത്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ വെൻ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പം എ സൈൻ 8 pi square me by h square all raised to half into എന്ത് വരും, എ എന്ന് പറയുമ്പോൾ എ എന്ന് വരും. ഓക്കെ, നമ്മൾ എ എന്നുള്ള കണ്ടീഷൻ കൊടുക്കുമ്പോൾ അപ്പം ദാറ്റ് ഈസ് ആ കേസിൽ സൈ എന്തായിരിക്കും, ബൗണ്ടറി കണ്ടീഷൻ എ എന്ന് പറയുന്ന ബൗണ്ടറി കണ്ടീഷനാണ്. സോ സൈ അഗെയിൻ 0 ആയിരിക്കും. 0 ഇസ് ഈക്വൽ ടു എ സൈൻ 8 pi square me by h square all raised to half into എ എന്ന് വരും. ഓക്കെ, അപ്പം ഇതിനർത്ഥം ഈ പാരാമീറ്റർ ഇത് ഈ ഇക്വേഷൻ 0 ആവണമെങ്കിൽ, ഈ ഇക്വേഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇത് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഒന്നുകിൽ എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 0 ആയിരിക്കണം. ഈ എ 0 ആണെങ്കിൽ 0 ഇൻറ്റു സൈൻ 0 ആയിരിക്കും. അല്ലെങ്കിൽ സൈൻ 8 pi square me by h square all raised to half എന്നുള്ളത് 0 ആവണം. ഓക്കെ, ഈ ഒരു ടേം 0 ആയാലും മതി, ഈ ഒരു ടേം 0 ആയാലും മതി. സോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് കണ്ടീഷനാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഒന്നുകിൽ ഈ ടേം 0 ആയി കഴിഞ്ഞാൽ ഇക്വേഷൻ 0 ആവും, അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ ടേം 0 ആയി കഴിഞ്ഞാൽ ഇക്വേഷൻ 0 ആവും. അപ്പം ഇതിനകത്ത് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബി ഈക്വൽ ടു 0 നമ്മൾ കണ്ടു. എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻസിനൊരു മീനിങ്ങും ഇല്ല എന്നർത്ഥം. ബി ഈക്വൽ ടു 0 എന്നുണ്ട്, അതുകൊണ്ട് ഈ ടേം നമ്മൾ ഒഴിവാക്കി. ഇനി എ ഈക്വൽ ടു 0 എന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഈ ടേം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ഇക്വേഷൻ ഒരു മീനിങ്ങും ഇല്ല എന്നായിരിക്കും വരിക.
അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ ഒന്നുകിൽ ഈ എ ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ ഈ ഒരു ടേം 0 ആവാം. സൈൻ ഈ ഒരു ടേം 0 ആവണമെങ്കിൽ സൈൻ എപ്പോഴാണ് 0 ആവുക? ഏത് ക്വാണ്ടിറ്റിയും സൈൻ്റെ ഏത് ക്വാണ്ടിറ്റിയും 0 ആകുന്നത് എപ്പോഴാണ്? സൈന് n പൈ വാല്യൂ വരുമ്പോൾ, അതായത് 180 360 ഒക്കെ വരുമ്പോഴായിരിക്കും എപ്പോഴും സൈൻ്റെ വാല്യൂ എന്താവുന്നത്? 0 വരുന്നത്. സൈൻ്റെ വാല്യൂ എപ്പോഴും 0 വരുന്നത്. അല്ലാത്ത കേസൊന്നും സൈൻ്റെ വാല്യൂ 0 വരില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളൊന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സൈൻ 8 പൈ സ്ക്വയർ me/h² all raised to half into a equal to 0 ആവണമെന്നുണ്ടെങ്കിൽ 8 പൈ സ്ക്വയർ me/h² all raised to half into a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? n പൈ ആയിരിക്കണം. ഓക്കെ, n പൈ. അപ്പം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ വേർ n ഈസ് ദ 0 1 2 3 എക്സെട്ര. നമ്മൾ പിന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് അവർ കണ്ടുപിടിച്ചത് n എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് അവർ കണ്ടുപിടിച്ചത്. വേറെ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇതാണ് n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതല്ലേ, ഇത് നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 8 പൈ സ്ക്വയർ me/h² a² ഈക്വൽ ടു n പൈ. സ്ക്വയർ ചെയ്യുമ്പോൾ n² പൈ സ്ക്വയർ. ഓക്കെ, n² പൈ സ്ക്വയർ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം. എന്താ നമുക്ക് കണ്ടുപിടിക്കണം. സോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈസ് ഈക്വൽ ടു n² പൈ സ്ക്വയർ ഇൻറ്റു h² ഡിവൈഡഡ് ബൈ 8 പൈ സ്ക്വയർ me² a². സോ ഇല്ലല്ലോ, നമ്മളിവിടെ എടുത്തല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ വന്നു. സോ നമുക്ക് ഇവിടുന്ന് പൈ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, പൈയും പൈ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം ബാക്കി കിട്ടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു n² h² ബൈ 8 ma². ഓക്കെ, നമുക്ക് കിട്ടുന്ന എനർജിയാണ് ഈസ് ഈക്വൽ ടു n² h² ബൈ 8 ma². h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് കോൺസ്റ്റൻറ്റ്, m മാസ് ഓഫ് സബ്സ്റ്റൻസ്, a എന്ന് പറഞ്ഞാൽ ബോക്സ് ലെങ്ത്, x ഈക്വൽ ടു 0 ടു x ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ ബോക്സ് ലെങ്ത് ആണ്, a എന്ന് പറഞ്ഞാൽ n ക്വാണ്ടം നമ്പറാണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. സോ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വൽ ടു n² h² ബൈ 8 ma² and corresponding wave function is equal to a sin n pi by ax, n pi by a into x, a sin n pi by a into x, where a is the normalization constant. Okay, a is the normalization constant. Here how will you find the normalization constant? By integrating psi 0 to a psi square dx is equal to 1. It is the condition for normalization of wave function. ഇത് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സൈ സ്ക്വയറിനെ a² sin square n pi by a into x എന്നുള്ള ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്ക് വാല്യൂ കിട്ടും. a is equal to √2/a അല്ലെങ്കിൽ 2/a raised to half എന്ന് കിട്ടും. √2/a എന്ന് കിട്ടും. സോ ദ വേവ് ഫംഗ്ഷൻ is equal to psi is equal to √2/a into sin n pi by a into x. This is the equations for one-dimensional box. Okay, so ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ ചോദിക്കണം. ബാക്കിയുള്ളത് നമുക്ക് പിന്നെടുക്കാം.